മുട്ടയിൽ കൂടോത്രമായിട്ടാണ് ഇതിനകത്ത് എന്തൊക്കെ ചേട്ടൻ വരച്ചിട്ടുണ്ടല്ലോ. ബൈജുവിന്റെ കൂടോത്രം കൂടോത്രം ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ചേട്ടാ ശരിക്കും കൂടോത്രം അങ്ങനെ അതിലെന്തെങ്കിലും വിശ്വാസം ഉണ്ടോ? ഇത് നാളെ നിങ്ങൾ കോൺട്രവേഴ്സി ആക്കാം. സ്ത്രീവിരുദ്ധത അദ്ദേഹം വീണ്ടും പറഞ്ഞു. സത്യല്ലേ? എന്തിനാണ് സാത്താനെ സൃഷ്ടിച്ചു? ആരാ സാത്താനെ സൃഷ്ടിച്ചത്? ദൈവത്തെ സൃഷ്ടിച്ചു ആരാ? ചേട്ടന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ ഇതില്? മറന്നുപോയി. ഞാനും മറന്നു ഞാൻ എന്താ ചെയ്തത്. മനസ്സിലായല്ലോ. കൂടോത്രം ചെയ്ത് ഏത് എയർപോർട്ടിലാണ് കൂടോത്രം ചെയ്തതെന്ന് മനസ്സിലായി. പുള്ളി ഒന്ന് എന്നെയാ തല്ലിയത്. അത് തമ്മിൽ പിന്നെ പൈസയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം ക്ലിയർ ആയി. അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഈ ഒരു യുഗത്തിലും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആക്ടിങ് നോട്ട് ഈസി. അഭിനയം ഒരിക്കലും ഒരു ഈസി എന്ന് പറയാൻ പറ്റത്തില്ല. കൂടോത്രത്തിലെല്ലാം ഉണ്ട്, അത്രയും മാത്രമേ പറയാനുള്ളൂ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. Oxygen, the smartphone expert. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. കൂടോത്രം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡിനോ പൗലോസ്, ബൈജു എഴുപിന ആൻഡ് റേച്ചൽ. എല്ലാവർക്കും നമസ്കാരം. ബൈജു ചേട്ടാ, വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. അതായത് ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ഒരു ഡയറക്ഷനായിട്ടൊരു സിനിമ വരാൻ പോവാണ് കൂടോത്രം. അപ്പോൾ കൂടോത്രം എന്താണ് പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? കൂടോത്രത്തിലെല്ലാം ഉണ്ട്, അത്രയും മാത്രമേ പറയാനുള്ളൂ. എല്ലാത്തരം പ്രേക്ഷകരെയും ഇത് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. അത് ഒരു പ്രത്യേക പ്രേക്ഷകരെന്നില്ല, അതൊരു മിത്ത്, ഹൊറർ, ഫാമിലി, ഇമോഷണൽ കണക്റ്റഡ് ആവുന്ന ഒരു സിനിമയാണല്ലേ. അപ്പൊ അഭിനയത്തോടൊപ്പം തന്നെ ഈ ഒരു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഒരു 13 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയായിട്ട് വരുമ്പോൾ അപ്പൊ എങ്ങനെ അതിന്റെ ഒരു കാലങ്ങൾക്ക് ശേഷം നമ്മൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമ മേഖലയിലൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം ഞാൻ ആ ഒരു ടൈമിൽ അത് റൈറ്റ് ഡയറക്ഷൻ ചെയ്യേണ്ട ഒരു സിനിമ അല്ലാന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അതൊരു പുതിയ കണ്ടന്റാണ്, അതൊരു പുതിയ ഹീറോ ആയിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഒരു കണ്ടന്റ് ഹീറോ ആവുന്ന ഒരു സമയമാണ്. കണ്ടന്റാണ് ഇമ്പോർട്ടൻ്റ്, അതിലാരും അഭിനയിച്ചു എന്നതിനേക്കാൾ ഉപരി. അങ്ങനെ ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവം കൊണ്ട് തന്ന ഒരു സ്ക്രിപ്റ്റാണ് കൂടോത്രം. സന്തോഷ് ഇടുക്കിയാണ് അതിൻ്റെ റൈറ്റർ. ഒരു ചെറിയൊരു കഥയായിരുന്നു, പക്ഷേ അത് ഞങ്ങൾ ഒരുപാട് പ്രീ പ്രൊഡക്ഷനിൽ ഒരുപാട് ഇരുന്നിരുന്ന് ഒരുപാട് ഡൈവേർഷൻ വന്ന് അതങ്ങനെ ഷൂട്ട് ചെയ്തു. പിന്നെ ഇപ്പോൾ അതങ്ങനെ റിലീസിലോട്ട് എത്തി നിൽക്കും. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച 2 താരങ്ങളുണ്ട്. ഡിനോ, നമ്മൾ ഇതിനു മുൻപ് മറ്റേ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞ സിനിമയിൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുശേഷം ഇപ്പൊ ഒരു കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ വരാൻ പോവാണ്. അപ്പൊ ഇതിലോട്ട് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ ഒരു കഥാപാത്രം എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? എന്നെ ബൈച്ചേട്ടൻ വിളിക്കായിരുന്നു ഒരു ദിവസം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കഥ കേൾക്കാന്ന് പറഞ്ഞിട്ട് പോയി എഴുപുന്നേൽ ചെന്നിട്ട്, ബൈച്ചേട്ടൻ്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള എഴുപുന്നേൽ ചെന്ന് കഥ കേട്ടു. സന്തോഷേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ക്യാമറ ടീം ഉണ്ടായിരുന്നു, ബൈച്ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു, ജോഷു എന്നാണ് പേര്. അപ്പോൾ അത് ഓക്കെ, നമ്മൾ കമ്മിറ്റായി ചെയ്യാന്ന് പറയുന്നു. പിന്നെ നമ്മൾ നേരെ ഇടുക്കിയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലാണ് പരിപാടി നടക്കുന്നത്. ഫുള്ള് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ഈ ഇടുക്കിയിലൊരു മലയോര പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അത്രയും ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. അവിടുത്തെ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവിടുത്തെ ആളുകളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ബാക്കിയുള്ള ജില്ലയിലെ ആളുകളുടെ പോലെയല്ല. ഒരു ഇടുക്കി ഭാഗത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ ലൗഡ് ആയിരിക്കും, അവിടുത്തെ ആളുകളെ പറ്റൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എത്രത്തോളം പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം ബൈച്ചേട്ടനായിരുന്നു നമ്മളുടെ ഗൈഡൻസ് എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ സന്തോഷേട്ടനും ഇടുക്കിക്കാരനാണ് റൈറ്റർ. അപ്പോൾ പുള്ളി അത് ഇടുക്കിയുടെ എല്ലാ ഫ്ലേവേഴ്സും ആഡ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് അവിടെ ചെന്നാൽ മതി, എല്ലാം ഇവർ തന്നെ പറഞ്ഞു തരും, നമുക്ക് ചെയ്താൽ മാത്രം മതിയാവും. അപ്പൊ എന്നാലും പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ആക്ടിങ് പ്രിപ്പറേഷൻ വേറെ ഉണ്ട് നമ്മൾ പേഴ്സണലി ഉള്ളത്. ഈ പടത്തിന് വേണ്ടിയിട്ട് എനിക്ക് വളരെ കുറവായിരുന്നു ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ എഫേർട്ട് എടുത്തിരുന്നത്. ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെല്ലുകയും ബൈച്ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ മതി, നമുക്ക് ബാക്കി ശരിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇടുക്കി എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ ഭയങ്കര ടഫായിരുന്നു. കാര്യം ഇടുക്കിയിലെ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് വെള്ളിമല എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു 1200 സ്റ്റെപ്പ് കയറി വേണം ശരിക്കും താഴേന്ന് മേളിലെത്താനായിട്ട്.
അപ്പോൾ ഇത്രയും അതെല്ലാം സെറ്റാണ് എൻ്റെ മേളിൽ. അപ്പോൾ ഇത്രയും ടെക്നീഷ്യൻസും അതിനകത്ത് യൂണിറ്റിലെ എല്ലാ സാധനങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടാണ്. ഒരു ആർട്ടിസ്റ്റും അതുപോലെ ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒരേപോലെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ പല ചില കുഞ്ഞു കുഞ്ഞു ആക്സിഡന്റ് പോലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അലസിയറേട്ടാ മുട്ടയില് കൂടോത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ ചേട്ടാ ഇത്? അതിലേതാണ് കൂടോത്രം എന്നുള്ളത് നിങ്ങളെ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കല്ലേ എന്താ എഴുതിയിരിക്കുന്നതില്? ഇതിനകത്ത് എന്തൊക്കെ ചേട്ടൻ വരച്ചിട്ടുണ്ടല്ലോ. അത് കണ്ടുപിടിക്കണം. ആ കുറുക്കു വഴികളാണ് കൂടോത്രം. അലസിയറേട്ടാ ഇരിക്കും. ചേട്ടാ അത് ഇദ്ദേഹത്തിന്റെ കൂടോത്രം ഫലിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അതല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുക ബൈജുവിന്റെ കൂടോത്രം ഫലിക്കട്ടെ. അതും പ്രാർത്ഥിക്കണമെന്നാണ്. കൂടോത്രവും കൂടോത്രം വലിക്കണം എന്ന് പ്രാർത്ഥിക്കണല്ലേ? അപ്പൊ എന്താണ് പ്രാർത്ഥനയുടെ കൂടോത്രത്തിന്റെ അർത്ഥം? പിന്നെ എന്തിനാ കൂടോത്രം ചെയ്യുന്നത്? പ്രാർത്ഥിച്ച പോലെ. അതും ശരി, നല്ലൊരു പോയിന്റ്. അല്ല ഇതൊരു പ്രതീക്ഷിക്ക ചേട്ടൻ. ചേട്ടൻ അല്ല ചേട്ടാ ഇതിനകത്ത് പ്രതീക്ഷിച്ചില്ല. കൂടോത്രത്തിന് മുട്ടയുണ്ട്, കൊഴുക്കട്ടയുണ്ട്. അത് തമ്മിലുള്ള കോമ്പിനേഷൻ എന്താ എനിക്ക് പിടികിട്ടുന്നില്ല. അതിൽ ഏതാണ് നന്മ ഏതാണ് തിന്മ എന്നുള്ളതാണ് പ്രശ്നം. സിനിമ കാണുമ്പോ മനസ്സിലാവുന്നത്. അത് 10 നീ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? കൂടോത്രം ഉണ്ടോ? കൂടോത്രം ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടോത്രമുണ്ടോ കൂടോത്രമില്ല. പക്ഷെ നമ്മളെ ഒരു വിശ്വാസം അന്ധവിശ്വാസം തമ്മിലുള്ള ഫൈറ്റാണ്. ക്ലൈമാക്സ് എന്താണ്, വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ എന്നുള്ളത് പ്രേക്ഷകര് ജഡ്ജ് ചെയ്യാം, അല്ലെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കുക അത് കൂടോത്രമാണോ അല്ലെ, അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ കൂടോത്രം എന്ന് പറയുമ്പോൾ ഇപ്പൊ പലർക്കും ഒരു ധാരണകളുണ്ട്. അപ്പൊ കൂടോത്രം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മുട്ടയിൽ കൂടോത്രം എന്ന് പറയും. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ത്രെഡ് എടുക്കുമ്പോഴേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അല്ല ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സന്തോഷ് ഈ കൂടോത്രം എന്നുള്ള സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോ എന്നെ ആകർഷിച്ച 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇടുക്കിയില് കഥ പറയുമ്പോൾ ഇടുക്കി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വെള്ളിമല എന്ന് പറയുന്ന എൻ്റെ അടുത്ത് സന്തോഷ് പറഞ്ഞത് ഇടുക്കിയിലല്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്നാണ്. അപ്പൊ അതിനും അതിന്റെ ജിസ്ബിൻ 2 ക്യാമറാമാരാണ്, ജിസ്ബിനും ഷീച്ചി. അപ്പൊ ഇവര് ലൊക്കേഷൻ എല്ലാം പോയി കണ്ടിട്ട് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഇമ്മീഡിയറ്റ് ഞാൻ ഈ ലൊക്കേഷനിലോട്ടാണ് ഞാൻ പോയത്. നേരെ പോയത് ഈ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അതെല്ലാം, കാര്യം സന്തോഷും ജിസ്ബിനും ഒക്കെ ആ നാട്ടുകാരാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ നമ്മൾക്കൊരു സിനിമ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ദൈവം ഇത് നീ ചെയ്തോ എന്നുള്ളൊരു പ്രേരണ എനിക്ക് അന്ന് പോലെ തന്നു. അതൊരു പോസിറ്റീവ് വൈബായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ വരെയുണ്ട്. അത് ഭയങ്കര സൈനാണ്. അപ്പോൾ ആ ലൊക്കേഷൻ ചെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങനെ ഇതിനകത്ത് ഈ ടെക്നീഷ്യൻസ് ഉള്ള കാര്യം, നമുക്ക് ഇത് സിനിമയിലെ എല്ലാ ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സും ഉണ്ട്. ജിമ്മി ജിപ്പ് ഉണ്ട്, ക്രെയിൻ ഉണ്ട്, പിന്നെ ക്യാമറ ഫുൾ യൂണിറ്റ് ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെങ്ങനെ മേളിൽ എത്തിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് അലൻസിയറേട്ടൻ, സലിം കുമാറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അലഞ്ചേട്ടനൊക്കെ ഇത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ഈ ലൊക്കേഷനിലേക്ക് ചേട്ടൻ എത്താൻ പറ്റുമോ എന്നൊക്കെ വെച്ചപ്പോൾ ഇവരൊക്കെ ശരിക്കും അത്രയും ആ മലയുടെ മേളിൽ ഒരുപാട് പറയാനെങ്കിൽ രസമുള്ള അനുഭവങ്ങളും ഒരുപാട് ഇതുണ്ട്. അപ്പൊ ഇവരെല്ലാവരും എത്തി എന്നുള്ളതാണ്. അതിൻ്റെ മേളിലെത്തി, അത് ഗംഭീരമായിട്ട് തീർന്നു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ 100% അതിനകത്ത് കോൺഫിഡൻ്റ് ആണ്, ഹാപ്പിയാണ്. അത് എല്ലാ ഘടകങ്ങളുണ്ട്. ഒരു സിനിമയെ സംബന്ധിച്ച് എല്ലാം ഒത്തു വരുമ്പോഴാണ്. അല്ലാണ്ട് നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് പ്രേക്ഷകരെന്നുള്ളതില്ല. ഒരു സിനിമ ഞാൻ എപ്പോഴും പറയുന്നത് അതാണ്. എനിക്ക് തിയേറ്റർ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് അറിയാം. തിയേറ്ററിലേക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്നത് നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ ഒരു കൂട്ടം അങ്ങ് പോകും. അത് അമ്മയും അച്ഛനും അപ്പനും അമ്മൂമ്മയും പിള്ളേരും അതിനെ വാച്ച് ചെയ്തിട്ട് അവരുടെ മക്കളും യൂത്തും പോകും. ഉത്സവ പരിപാടിക്ക് പോകുന്ന പരിപാടി. അങ്ങനെയുള്ള ഹിറ്റ് സിനിമകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ്. അപ്പം അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് വരുന്ന ഒരു സിനിമയാണ് കൂടോത്രം. പിന്നെ അലഞ്ചേട്ടൻ, ഞാൻ ഇന്ന് പറയും, ഇന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് നാളായി കണ്ടിട്ട്. അപ്പോൾ അലഞ്ചേട്ടനെ കണ്ടപ്പോൾ ഒന്നോടെ ഭയങ്കര, ഇപ്പോൾ മമ്മൂക്കേൻ്റെ പടത്തില് അല്ലെ അടൂസാറിന്റെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചെല്ലാം ഇപ്പോൾ റേച്ചല് കന്നഡ തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ, ഞാനും ഡിനോയും തമ്മിൽ ഞങ്ങൾ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞൊരു എടുത്തത്. അപ്പോൾ ഡിനോയി, ഞാൻ അതിലെ ഹീറോയിൻ ലിജോ മോളുടെ അപ്പനായിട്ടാണ് അഭിനയിച്ചത്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് മുതലേ ഉള്ള ഒരു സൗഹൃദമാണ്.
അങ്ങനെയും കൂടെയാണ് ഡിനോ ഇതിനകത്ത്. പിന്നെ ഒരു പാസ്റ്ററിന്റെ മോനായിട്ടാണ്, ഇടുക്കിക്കാരനാണ്. കറക്റ്റ് നമുക്കൊരു കാസ്റ്റിംഗ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും അതിനകത്ത് ചേരുന്നവർ തന്നെ അതും കറക്റ്റായിട്ട് എത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ അലൻസിയറിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാ ഇതിന് മുൻപ് നമ്മൾ മികച്ച പെർഫോമൻസ് ഒക്കെ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ് അലൻസിയറിന്റെ. അപ്പൊ ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ക്യാരക്ടർ ഒക്കെ വരുന്നത്? മറന്നുപോയി. സത്യമായിട്ട് എനിക്കറിയില്ല. സിനിമ നിങ്ങളെ മനസ്സിലാക്കൂ, അല്ലെങ്കിൽ ബൈജുവിനോട് ചോദിക്കും. ഞാനാണോ ഗുണോത്രം ചെയ്തത്, അതേപോണോ ഗുണോത്രം ചെയ്തത്? ലൂയിസെങ്കിൾ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് ചേട്ടൻ. ഇവരൊക്കെ പറയും, നിങ്ങൾ പറയും എന്താണ്. അല്ല, അലൻസിയറിന്റെ ഓരോ ക്യാരക്ടർ ഇപ്പൊ അപ്പൻ സിനിമയൊക്കെ എടുത്തു നോക്കിയാൽ മതി, നമ്മളൊരു ഡിഫറെന്റ് ക്യാരക്ടർ എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അലൻസിയറേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയിലും അത് ഡിഫറെന്റ് തന്നെ ആയിരിക്കുമല്ലേ നമുക്ക്? തീർച്ചയായിട്ടും അങ്ങനെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു നടന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് എനിക്ക് സിനിമയിൽ ബൈജു തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അടൂർ സാറിന്റെ മൂവിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നീങ്ങുന്നുണ്ട്, അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കൂടോത്രത്തിലോട്ട് വരാം അല്ലെ. അതുപോലെ റേച്ചൽ ഇതിനു മുൻപ് കാവൽ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇപ്പൊ കൂടുതലും കന്നഡ സിനിമയിലാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ സിനിമയിൽ വരുന്ന സമയത്തെ അപ്പൊ എങ്ങനെയാ വരുന്നത് ഇതിന്റെ ക്യാരക്ടറൊക്കെ? ആക്ച്വലി എനിക്ക് കോൾ ബൈജു സാറിനാ വന്നേ. അപ്പൊ ഞാൻ പുറത്തായിരുന്നു. സോ മൊത്തം നെറേഷൻ ആക്ച്വലി എയർപോർട്ടിൽ ഫോണിലായിരുന്നു എനിക്ക് നെറേഷൻ സാർ തന്നെ. അന്ന് ഡേറ്റിന്റെ പ്രശ്നമായിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി 50-50. അപ്പൊ പിന്നെ അല്ലേ സാർ, അങ്ങനെ പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, ആക്ച്വലി സാർ എനിക്ക് തോന്നുന്നത് എന്റെ വേറെ കന്നഡ പടം അതേ സമയത്ത് പ്രൊമോഷൻസ് നടക്കുമായിരുന്നു. സോ എനിക്ക് ഞാൻ സാറിനോട് പറഞ്ഞു അത് ബുദ്ധിമുട്ടായിരിക്കും, സോ ഡേറ്റ് ക്ലാഷ് ആവും. സോ എന്തോ എന്റെ ഉള്ളില് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം, കാവൽ കഴിഞ്ഞിട്ട് 4 വർഷം ശേഷമാണ് എനിക്ക് ആക്ച്വലി ഈ കൂടോത്ര സിനിമ വന്നേ. സോ എനിക്ക് ഈ നോ പറയാൻ ഭയങ്കര പാടായിരുന്നു. സോ ഞാൻ തിരിച്ച് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഡേറ്റ്സ് എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം, എനിക്ക് ഈ പടം ചെയ്യുന്നു. സോ അങ്ങനെ പിന്നെ സാർ നറേഷൻ ഒക്കെ തന്നു. പിന്നെ എൻ്റെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ കൂടോത്രം വരുന്നത്. 2025 31st നൈറ്റിനാണ് ആക്ച്വലി ഈ കഥ ഒക്കെ കേട്ടെ. ഫസ്റ്റിനെല്ലാം സെറ്റായി. January 4th എന്റെ ബർത്ത്ഡേ ദിവസമാണ് ഞാൻ ആദ്യം സെറ്റ് ജോയിൻ ചെയ്തത്. സോ ഇറ്റ് വാസ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് ഡെസ്റ്റിനി എന്ന് പറയാം. ഇറ്റ് വാസ് എ ഗിഫ്റ്റ് ഫോർ മീ. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. സോ ഡിനോയാണ് എൻ്റെ പേരായിട്ട് വരുന്നത് ഈ പടത്തിൽ. സോ ആദ്യത്തെ സോങ് ഷൂട്ട് ആയിരുന്നു. നമ്മുടെ പടം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഗോപി സുന്ദർ സാറാണ് നമ്മുടെ സോങ് ഒക്കെ കമ്പോസ് ചെയ്തത്. സോ ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. ഭയങ്കര ടഫ് ആയിരുന്നു ഷൂട്ട് ചെയ്യാൻ. സാർ പറഞ്ഞ പോലെ ആ ചൂടത്ത് ഈ മഴയുടെ മേലെ ഷൂട്ട് ചെയ്യുന്ന ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ എനിബഡി. യുനോ അറ്റ്ലീസ്റ്റ് നമുക്ക് ആക്ടേഴ്സും നമുക്ക് അസിസ്റ്റന്റ് ഉണ്ട്, കൊടയുണ്ട്, we have it a lot more easier. പക്ഷേ ഈ ടെക്നീഷ്യൻസ് ഈ ക്യാമറ ഒക്കെ വെച്ച് യുനോ ഷൂട്ടിംഗ് ദിസ് വാസ് നോട്ട് ഈസി. പക്ഷെ ഐ തിങ്ക് സാർ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് കം ഔട്ട് വെരി വെൽ. ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ടില്ല, ബിക്കോസ് ഞാൻ ഡബ് ചെയ്തിട്ടില്ല പടത്തിൽ ഫോർ ദ ഫിലിം. സോ ആ ഒരു വിശ്വാസത്തിൽ മോർ ദൻ ട്രസ്റ്റ് എനിക്ക് തോന്നുന്നു ആ എക്സൈറ്റ്മെന്റും ക്യൂരിയോസിറ്റി. അലൻസിയർ സാർ പറഞ്ഞ പോലെ എനിക്കും മറന്നു, ശരിക്കും ഞാനും മറന്നു ഞാൻ എന്താ ചെയ്തത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ശരിക്കും ഞാൻ എല്ലാം സാറിനോട്ടാണ് ഡയറക്ട് ചെയ്യുന്നത്. ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഡയറക്ടർ പറഞ്ഞു എല്ലാം പറയാം എന്നുള്ള രീതിയിലായിരിക്കില്ല. അപ്പൊ ഈ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ അതെങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെപ്പോഴും ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു ലുക്കിലായിരിക്കില്ലല്ലോ എന്തായാലും വരുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റർ ചെയ്തപ്പോൾ ആരും റെക്കഗ്നൈസ് ചെയ്തില്ല. സോ ഐ സെഡ് ഹായ്, ആരും എല്ലാരും ഹായ്, പക്ഷെ ആരാണ് ഈ കുട്ടി? ഞാനാണ് റേച്ചൽ. ഗെറ്റപ്പ് ഒക്കെ മാറിയാലോ. സി ഐ തിങ്ക് ദ ക്രെഡിറ്റ് ഡെഫിനറ്റ്ലി ഗോസ് ടു നമ്മുടെ കോസ്റ്റ്യൂം ടീം, പിന്നെ മേക്കപ്പ് ടീം. ബിക്കോസ് നമ്മൾ ആ കോസ്റ്റ്യൂം ഇമ്മീഡിയറ്റ്ലി ഇടുമ്പോൾ മേക്കപ്പ് ഒട്ടും മേക്കപ്പ് ഇല്ലായിരുന്നു നമുക്ക് ഷൂട്ടിന്. എന്തെങ്കിലും പോലും ഡൾ ആക്കിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. സോ ആ ട്രാൻസ്ഫർമേഷൻ, ആ ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് യു നോ യു ആർ നോട്ട് റേച്ചൽ എനിമോർ. ഇപ്പം അഞ്ജൻ ആ ക്യാരക്ടറിലേക്കാണ് നമ്മളിപ്പം കിടന്നു പോകുന്നത്. സോ ആ ട്രാൻസ്ഫർമേഷൻ വാസ്
ഈസി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിനു മുമ്പ് കാവലും ഐ ഡിഡ് നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു ഞാൻ ചെയ്തത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് ഇസ് ചാലഞ്ചിങ് ഫോർ മീ. ബിക്കോസ് ഞാൻ ഇങ്ങനെയല്ലല്ലോ സാധാരണ ഡ്രസ് ചെയ്യുന്നത് ഓർ ബിഹേവ് ചെയ്യുന്നത്. പിന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ പെൺകുട്ടികൾ എസ്പെഷ്യലി എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഐ തിങ്ക് എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. പിന്നെ സാർക്ക് ബൈജു സാറിന് ആ ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അഞ്ജന എങ്ങനെയാ സംസാരിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഹർ മാനറിസംസ്. അങ്ങനെ അത്രയും ഗൈഡൻസ് ഉണ്ടാവുമ്പോൾ ഐ തിങ്ക് ഇറ്റ് ഈസ് നമ്മൾ ജസ്റ്റ് ഡയറക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ് കേട്ട് ചെയ്താൽ മതി. വാട്ട് ഐ ഫീൽ. അവർക്ക് അതൊരു ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. Exactly. ഇങ്ങനെ So അത് എല്ലാ നമ്മൾ follow ചെയ്താൽ മതി. Yeah, ഫോളോ ചെയ്താൽ മതി. അത് അലൻസിയറേട്ടാ, ശരിക്കും കൂടോത്രം അങ്ങനെ എന്തെങ്കിലും അതിലെന്തെങ്കിലും വിശ്വാസം ഉണ്ടോ അലൻസിയറേട്ടൻ? ഞാൻ ഈ അപ്പനില് ശവം കിടക്കുമ്പോ ഇയാള് മരിക്കുന്നില്ല. അപ്പോ ഒരാളെ മക്കൾ കൊണ്ടുവരിക കൂടോത്രം ചെയ്യാൻ, ഇയാളെ കൊല്ലാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ്, എടോ ഞാൻ തന്റെ ദൈവത്തെ വിശ്വസിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണോ കൂടോത്രം കൊണ്ട് ഫലം ഉണ്ടാകുന്നത്? ഈ പഴയ നിയമത്തില് ആദത്തെ സൃഷ്ടിച്ചു കളിമണ്ണ് കൊണ്ട് ദൈവം. അപ്പോ ആദം ഏകനായിരിക്കാൻ കണ്ടിട്ട് സങ്കടം തോന്നിട്ട് അദ്ദേഹത്തെ ഉറക്കി കിടത്തിട്ട് പ്ലാപ്പുറത്തുനിന്ന് ഒരു എല്ലെടുത്തിട്ട് ഹവ്വ ഉണ്ടാക്കി. അന്ന് തുടങ്ങിയ കൂടോത്രം. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇത് നാളെ നിങ്ങൾക്ക് കോൺട്രവേഴ്സി ആക്കാം. സ്ത്രീ വിരുദ്ധത അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹവ്വയെ ആക്ഷേപിച്ചു. സത്യല്ലേ? എന്തിനാണ് സാത്താനെ സൃഷ്ടിച്ചു? ആരാ സാത്താനെ സൃഷ്ടിച്ചത്? ദൈവത്തെ സൃഷ്ടിച്ചു ആരാ? സാത്താനെ സൃഷ്ടിച്ചിട്ട് പിന്നെ പാവം ആദ്യത്തെ ഹവ്വയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാത്താനാണ് കൂടോത്രം. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന സാധനം നിലവിലുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ക്രൈസ്റ്റ് ഉണ്ടോ, ആന്റി ക്രൈസ്റ്റ് ഉണ്ടോ, ഏതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതാണ് ഈ കൂടോത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അലൻസിയറിന്റെ ഒരു ഇതില് അതാണ് ചേട്ടൻ പറയുന്നത് അല്ലേ? അതുപോലെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും അങ്ങനെ വിശ്വാസം ഉണ്ടോ? ഇപ്പൊ പണ്ട് തൊട്ട് പല ആളുകളും പറയും ഒരാളെ നശിപ്പിക്കാൻ അങ്ങനെ ചെയ്യാം, കുറച്ച് കൂടോത്രം ചെയ്യാം, മുട്ടയിൽ ചെയ്യാം. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പല മലയാള സിനിമകളിലൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക്? അല്ല, ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് എങ്ങനത്തെ ഇതെല്ലാം വന്നോണ്ടിരിക്കുന്നുണ്ട്. റീൽസിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടിരിക്കുന്നുണ്ട് കുറെ. അത് കൂടോത്രം മാറി, വീട് മാറി കയറി പോലീസ് അറസ്റ്റ് ചെയ്തു, അങ്ങനെ കുറെ വരുന്നുണ്ട്. പക്ഷെ ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു പരിപാടികളാണ്. ഈ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ഈ ഒരു യുഗത്തിലും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ കൂടോത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഇതൊരു കൂടോത്രം മാത്രമല്ല, അത് പടത്തിനകത്ത് അതിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് പടം പോകും. പക്ഷെ ആ പോസ്റ്റർ കാണുന്ന സമയത്തെ നമുക്കൊരു ഒരു മിസ്റ്ററി മനസ്സിലാവുന്നുണ്ട് പല കാര്യം. ഇപ്പൊ ഒരു ഹൊറർ ആണോ, അതിൽ ആ മുട്ട കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതുപോലെ കൂടോത്രമാണോ. അപ്പൊ ഏത് തരത്തിലാണ് ഇതിന്റെ ഒരു ഫോർമേഷൻ വരുന്നത്? അല്ല, ഇതിനകത്ത് ആ ഒരു ഇപ്പോ തോന്നിയില്ലേ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്താണ് ഇത്, മിത്താണോ ഹൊററാണോ? അത് തന്നെയാണ് ഈ സിനിമ. കാര്യം അത് ഒരു ഓഡിയൻസിലേക്കുള്ളത്, അതിന്റെ ഒരു ഉത്തരവാണ് ഫെബ്രുവരി 12 ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു ഉത്തരം അതാണ്. അതില് ദിയ ചെയ്ത ക്യാരക്ടർ അതുപോലെ ഒരു കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. 2 ട്വിൻസ് കുട്ടികളാണ്. അത് നെടുങ്കണ്ടത്തുള്ള 2 കുട്ടികളാണ്. അവരും ഇതിനകത്തൊരു ലീഡ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുകയാണ്. ഞാൻ ഒരുപാട് കുട്ടികളെ ട്വിൻസിന് ഓഡീഷൻ ചെയ്തു. പക്ഷെ എനിക്ക് നിർബന്ധമായിട്ടും ഇടുക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ലാങ് ഉണ്ട്, അവർ നടക്കുന്ന ഒരു പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് അത് അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. കറക്റ്റ് ആ കുട്ടികളെ കിട്ടി, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ആ കുട്ടികൾ. പിന്നെ ഇതിനകത്ത് വേറെ ഞങ്ങളുടെ ഫാമിലി ഒരു മോനുണ്ട്, സിദ്ധു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്കെ എല്ലാവരും ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും അത് കറക്റ്റായിട്ട് തന്നു എന്നുള്ളതാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കാന്താര മൂവി ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഈ സിനിമയില് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കുറെ പേര് മരിച്ചു, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കൂടോത്രം എന്ന് തന്നെയാണ് പേര്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഡ്യൂഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? കുറച്ച് ആക്സിഡന്റുകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എനിക്കിത് ക്ലൈമാക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു ഫൈറ്റ് സീക്വൻസിൽ ഞാൻ ഡയറക്ടർ എന്നുള്ള നിലയിലും ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തെന്നുള്ള നിലയിലും ഒക്കെ എനിക്ക് ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ ഒരാളുടെ നിന്ന് നല്ലൊരു അടി കിട്ടിയത് ഓൺ ദ സ്പോട്ട് തീർന്നു പോകേണ്ട ഒരു ഇതായിരുന്നു. അങ്ങനെ തന്നെയാണ് കാര്യം. അങ്ങനെ കറക്റ്റ് കിട്ടിയത്. എനിക്ക് 1 മിനിറ്റ് ഞാൻ ഫുൾ ബ്ലാക്ക് ഔട്ടായി. എല്ലാവരും പേടിച്ചു. ഇതിന്റെ മാസ്റ്റർ വന്നിട്ട് ഫീനിക്സ് പ്രഭു മാസ്റ്ററാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ നമ്പർ 1 എന്ന് പറയുന്നതിൽ പെട്ട ഒരാളാണ്. ടർബോ, പിന്നെ ARM ഇങ്ങനെയുള്ള വലിയ ഫൈറ്റ് മാസ്റ്ററാണ്. പുള്ളി പോലും
എൻ്റെ മാസ്റ്ററിന്റെ ക്രൂ എല്ലാവരും പേടിച്ചു പോയി. പിന്നെ എല്ലാവരും. പക്ഷെ അതുമൊക്കെ വലിയ അത്ഭുതം പോലെ ഞാൻ പറഞ്ഞു ഒരു ഈ സിനിമയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് എന്നുള്ള ഒരു ശക്തി അതൊക്കെയെല്ലാം ഓവർകം ചെയ്ത് അപ്പം തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചെയ്തു. അപ്പൊ ഞാൻ അലൻസിയറേട്ടനും ഒക്കെ ഇങ്ങനെ സെറ്റിൽ നമ്മൾ 7 മണി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവും അവിടെ. വലിയ മലയുടെ മേളിലാണ്. അതെ, അല്ല ഈ മലയുടെ മേളിൽ വേറെ ഇതൊന്നുമില്ല, നമ്മൾ ഇട്ടിരിക്കുന്ന സെറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരെയൊക്കെ ഇറക്കി കൊണ്ടുപോകുന്ന കുത്തനെയുള്ള ഇതുമാണ്. താഴത്തോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോയാൽ കിട്ടത് പോലും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട്. അപ്പൊ നമ്മളെ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ പാമ്പ് അങ്ങനെയൊക്കെയുള്ള പാമ്പിന്റെ ഇത് വിഷമുള്ള പാമ്പുകളൊക്കെ അതിനകത്ത് കാടും ഒക്കെ ഇട്ട് അടുത്ത് കിടക്കുന്നത്. അപ്പൊ അതെല്ലാം കാത്ത് ഒരാള് നമ്മൾ ഇത് ചെയ്തു. അപ്പൊ റിസ്ക് ഉണ്ടായിരുന്നു വെച്ചാൽ റിസ്ക് ആണ്. പിന്നെ ഈ സിനിമയുടെ ജോണർ എന്ന് പറഞ്ഞ ഒരു മിത്താണ്. മിത്ത് കണക്ട് ചെയ്തിട്ട് പോകുന്ന ഓരോ സംഭവം. അങ്ങനെ പോകുന്നൊരു സിനിമ തന്നെയാണല്ലേ ഇത്. അപ്പൊ ഈ കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രതിസന്ധി ആയിരുന്നിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഇടുക്കി എന്നൊക്കെ പറയുമ്പോ തണുപ്പുണ്ടായിരിക്കും, ഞാൻ ഇപ്പൊ ഇദ്ദേഹത്തിന് തട്ട് കിട്ടിയ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ കാര്യം ഇവരാരും മറന്നുപോയെന്ന് തോന്നുന്നു. അത് ഞാൻ മറക്കില്ല. ഞാൻ ഇദ്ദേഹത്തെ തല്ലാൻ വേണ്ടി ഇതിനകത്തൊരു സീനുണ്ട്. കുറെ ഗുണ്ടകളെ കൊണ്ടുവരുന്നുണ്ട്. അവനെ തല്ലിക്കൊല്ല എന്ന് ഞാൻ പറയുമ്പോ അയാൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞെന്താണ്. പുള്ളി തമിഴാ. പുള്ളി വന്ന് എന്നെയാ തല്ലിയത്. പുള്ളി ഒരു തള്ളുകളി എന്നെ. ഞാൻ ചെന്ന് ഇങ്ങനെ വീണു. തൊട്ടപ്പുറത്ത് പാറ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചോട് മാറിയിരുന്നെങ്കിൽ ഞാൻ കൊക്കയിലേക്ക് പോയിരുന്നു. പക്ഷെ ഞാൻ ആ പാറയുടെ ഇപ്പുറത്ത് വീണതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു. അത് ശരിയാ, ഞാനത് വിട്ടുപോയ കാര്യമാണ്. ശരിയാണത്. അലൻ ചേട്ടന് അതെ ചെറിയൊരു ഇത് കിട്ടിയിരുന്നുണ്ട്. അപ്പൊ അതെ, കുറെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഒരു സിനിമ വരുന്ന സമയത്ത് ഈ പ്രതിസന്ധി ഒക്കെ മറികടന്ന സിനിമ തിയേറ്ററിൽ വരും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് ശരിക്കും സിനിമ. അത് നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ റീനിയോട് പറയുന്ന ഒരു കാര്യമാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരു 1-2 ദിവസം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണോ എന്നുള്ളത് കാര്യം. അത് ഈ പടത്തിൻ്റെ എപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആയി അതിനുശേഷമുള്ള ഈ മൂമെൻ്റ്, ഈ നിമിഷം വരെ അതിൻ്റെ ഒരു സംഭവം. ഞാൻ ഈ സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ആക്ടിങ് ആണെങ്കിലും ഒരുപാട് സിനിമകൾ അഭിനയിക്കാൻ വന്നുവെങ്കിലും ഞാൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ സമയം എൻ്റെ ഫുൾ പോസ്റ്റ് പ്രൊഡക്ഷനും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. VFXനെ കുറിച്ച് പരിപാടിയുണ്ട്. അങ്ങനെ ഇതിൻ്റെ എൻ്റെയർ വന്നപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുന്ന രാജകൃഷ്ണനാണ്. പുള്ളി കാന്താര ലോകയൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യുന്ന ഇതാണ്. അങ്ങനെ കളറിസ്റ്റ് തമിഴ് ഇൻഡസ്ട്രിയിൽ വലിയ വിക്രം, അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്ത കളറിസ്റ്റാണ് മാതേഷ്. പിന്നെ ഗോപി സുന്ദർ മ്യൂസിക്, വിജയ് യേശുദാസ്, പിന്നെ അങ്ങനെ ഒരുപാട് സിംഗേഴ്സ്. അങ്ങനെ ടെക്നിക്കൽ ക്രൂ പോലും എൻ്റയർ ആയപ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങൾ വന്നു. എൻ്റയർ ടീം നല്ലതാണ്. സോ പിന്നെ ഇതിൻ്റെ എൻ്റെ പാർട്ട്ണർ കോ പ്രൊഡ്യൂസർ മിസ്റ്റർ റെജി ജോർജ്. അപ്പോൾ ഇവരൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ഫസ്റ്റ് ടൈം എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഞാൻ അതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളും അതിനേക്കാൾ ഉപരി കൂടോത്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നല്ല ബന്ധങ്ങൾ കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ സിനിമ മാത്രമല്ല ഞാൻ ഈ വിശ്വസിക്കുന്ന നല്ല ബന്ധങ്ങൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം കൊണ്ട് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വേൾഡ് വൈഡാണ് ഇത് റിലീസ് ആവുന്നത്. സെയിം ടൈം നമ്മൾ തമിഴും മലയാളമാണെങ്കിൽ പോലും ഏകദേശം തമിഴിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് 50-60 സ്റ്റേഷൻ തന്നെ സെയിം ടൈം നമ്മൾ തമിഴ് റിലീസ് ചെയ്യുന്നുണ്ട്, തെലുങ്കിൽ റിലീസ് ചെയ്യുന്നുണ്ട്, മലയാള ഭാഷയിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഒരു 50 സ്റ്റേഷൻ മലയാള സിനിമ മലയാളം ലാംഗ്വേജിൽ ചെയ്യുന്നത് നമ്മുടെ കൂടോത്രമാണ്. അതെ, അങ്ങനെ പ്രത്യേകത ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കൂടോത്രം എന്നൊരു കൊച്ചു സിനിമയാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു കൊച്ചു സിനിമയാണ്, അത് വലിയ സിനിമയില്ല. ഇതിനകത്ത് കണ്ടന്റ് വലുതാണ്. ഞാൻ വിശ്വസിക്കുന്നത് കണ്ടന്റാണ് ഇപ്പോഴത്തെ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഹീറോ. കണ്ടന്റ് വലുതാണ്. അപ്പോൾ ഇതെല്ലാം വന്ന് ഭവിക്കുന്നു. നമുക്ക് സെയിം ടൈം തന്നെ ലോകമെമ്പാടും നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നു. അതിനേക്കാൾ തമിഴിൽ റിലീസ് ചെയ്യാൻ പോകുന്നു. പിന്നെ വേറെ വലിയൊരു ന്യൂസ് വരാൻ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അടുത്ത ദിവസങ്ങളാണ്. അത് ഞാനിപ്പോൾ ഒരു അപ്ഡേഷൻ ഉണ്ടാവും. അത് വലിയൊരു ന്യൂസാണ്. അത് ഈ സിനിമയെ സംബന്ധിച്ച് വരാൻ പോകുന്ന ഒരു വലിയ ന്യൂസാണ്. അല്ലെ, ശരിക്കും പറഞ്ഞാൽ ബൈജു ചേട്ടൻ്റെ ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം തന്നെ ഈ സിനിമയിൽ കാണാൻ പറ്റും. ഇപ്പോൾ അലൻസിയറിനോട്ടൊക്കെ കുറെ വർഷമായിട്ട് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് മുൻപ് നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബൈജു ചേട്ടൻ്റെ ഒരു സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് 3 പേർക്കും പറയാനുള്ളത്. എനിക്ക് ബൈജുവിനെ അറിയാവുന്നുള്ളത് 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ പടവും ആദ്യമായിട്ട് ഞങ്ങൾ അഭിനയിക്കുന്ന പടം സാറിൻ്റെ 19ാം നൂറ്റാണ്ടെന്ന ചിത്രമാണ്.
അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് നടനായിട്ട് ഞാൻ അദ്ദേഹത്തിനും അതിനു മുമ്പ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സിനിമകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംവിധായകൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയില്ലായിരുന്നു. അത് എന്നെ വിളിച്ചിട്ട് ഞാനാണ് സംവിധാനം ചെയ്യുന്നത്, ഒരു വേഷം ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. ഡയറക്ഷൻ ചെയ്യോ? ഡയറക്ഷൻ അതങ്ങനെ എളുപ്പമുള്ള പണിയൊന്നുമല്ല. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഭയമാണ്. ആ തന്നിടത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മലയുടെ മുകളിലേക്ക് കയറ്റണം. അപ്പൊ എനിക്ക് 2 കൂട്ടുകാരെ തന്നു. ഈ കുരിശിലിങ്ങനെ കൊണ്ടുപോകുന്ന പോലെ അവരുടെ തോളിൽ തൂങ്ങിയാണ്. ഞാൻ അവരുടെ നന്ദിയോടെ സ്മരിക്കുന്നു. അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ മലയുടെ മുകളിൽ കയറാൻ പറ്റില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, ഒരു നടന്റെ പെയിൻ അറിയണമെന്നുണ്ടെങ്കിൽ അതൊരു സംവിധായകൻ മാത്രമല്ല, അതൊരു നടൻ കൂടി ആയിരിക്കണം. ആ നടന്റെ വേദന അറിയണമെങ്കിൽ, അയാൾ ഇത്ര ഉയരത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അയാൾ ആദ്യമായിട്ട് സേഫ് ആക്കണം. അത് തന്ന കെയർ എന്ന ഒരു സംവിധായകനാണ്. അവിടെ ചെന്നിട്ട് ആദ്യത്തെ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകണമെന്ന് ഞാൻ നോക്കി. അപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ ഞാനില്ല. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഷോട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ മാറിയത് കണ്ടു എങ്ങനെയാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ഉള്ളിൽ ഒരു സംവിധായകനുണ്ട്. നടൻ മാത്രമല്ല, അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. ഒരു ക്രൂവിനെ എങ്ങനെ കൊണ്ടുപോകണം, ഒരു കഥാപാത്രത്തെ എങ്ങനെ വളർത്തിയെടുക്കണം, ഒരു കഥ എങ്ങനെ പറയണം, അതിൻ്റെ എഡിറ്റിംഗ് സെൻസോടുകൂടി അദ്ദേഹം ഷൂട്ട് ചെയ്ത സിനിമയാണ് കൂടോത്രം. അതാണ് എനിക്ക് ബൈജുവായിട്ടുള്ള എക്സ്പീരിയൻസ്. ഞങ്ങൾ തമ്മിൽ പിന്നെ പൈസയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ലിയറായി, അതെല്ലാം ക്ലിയറുമായി. അത് ചില പൈസയുടെ എല്ലാം വരും. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് പോകും കാര്യങ്ങൾ. അതോ അപ്പോൾ ആക്ടർ എന്നുള്ള നിലയിൽ, ഇനി സഹപ്രവർത്തകർ എന്നുള്ള നിലയിൽ എന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതല്ല കാര്യം. എന്നെ സംബന്ധിച്ചത് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരെയൊക്കെ ഈ സെറ്റ് കഴിഞ്ഞാലും നാളെയും പോയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഇതുണ്ടായിരുന്നു, എന്തെല്ലാം പേയ്മെൻ്റ് ഉണ്ടെങ്കിലും റിലീസിന് മുമ്പ് ഇതിനകത്ത് ആരൊക്കെ എന്തെങ്കിലും ഇനി പേയ്മെൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് മാത്രമേ ഈ സിനിമ റിലീസ് ചെയ്യുള്ളൂ എന്ന് ഞാൻ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. കാര്യം എന്നുള്ളൊരു സിനിമയാണ്. കാര്യം ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആദ്യം ചെയ്തു ആർട്ടിസ്റ്റ് നമ്മൾ ഒരുപാട്, ഇതിനകത്ത് ഏകദേശം 32ഓളം ആർട്ടിസ്റ്റ് ഉണ്ടായി. 2 ടെക്നിക്കൽ. ഞാൻ എൻ്റെ DOPസിനോട് ഞാൻ പറഞ്ഞു, സിനിമയ്ക്ക് എന്താണ് ആവശ്യം, അതിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. അത്രയും മാത്രം എക്യുപ്മെൻറ്റ്സ്, എല്ലാ ടൈപ്പ് ഓഫ്, ഇപ്പോൾ ക്യാമറ തന്നെ 4ഉം 5ഉം ക്യാമറ വെച്ച് നമ്മൾ ക്ലൈമാക്സ് ഒക്കെ ഫാൻറ്റം ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരേ ടൈം ക്ലൈമാക്സ് പോയിട്ട് നമ്മൾ 5 ക്യാമറ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് പരിപാടികളൊക്കെ കയറും. പക്ഷെ അതൊക്കെ എല്ലാം കറക്റ്റ് ആക്കി എന്നുള്ളതാണ്. ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്താണെങ്കിലും ടെക്നീഷ്യൻ്റെ ഭാഗത്താണെങ്കിലും ഒരു ഇത്. പിന്നെ അതിനകത്തൊരു സംഭവം ഞാൻ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, ഞാൻ ഇവരോടൊപ്പം, ഞാൻ ഡിനോടൊപ്പം ഞങ്ങൾ വിശുദ്ധ മജുല് ഏകദേശം ഒരുപാട് ദിവസങ്ങൾ അഭിനയിച്ചു. അലൻ ചേട്ടൻ, അതുപോലെ ഇപ്പം ഇതിനകത്ത് ശ്രീജിത്ത്, സോദി, എല്ലാവരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ മുമ്പിൽ ഞാനൊരു ഡയറക്ടർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവര് ഒരുമിച്ച് കൂട്ടുകൂടി അഭിനയിക്കുന്ന പോലെയല്ല. അവർ ചില ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സീരീസിൽ ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. എല്ലാവരും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. ശകാരിക്കണം. എന്നാൽ അവർക്കത് ഫീൽ ചെയ്യാൻ പാടില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ഡയറക്ടറിൻ്റെ കണ്ണുണ്ടാണല്ലോ. നമ്മൾ വന്നിട്ട് ഒരു പടം ചെയ്യുന്നു, അത് ഷോട്ട് പറയുന്നത് എടുക്കുന്നു, കട്ട് പറയുന്നു, അല്ലാണ്ട് ഇച്ഛാനവരി സ്ഥലത്തും ഡയറക്ടർ ഉണ്ടാവണം എന്നുള്ളതാണ്. അതെനിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതിനെനിക്കൊരു പവർ തന്നത് ഞാൻ ഡയറക്ഷൻ പോലും എനിക്ക് ഒരു ഉള്ളിൽ ഇങ്ങനെ ചെയ്യുക. സ്ക്രിപ്റ്റിനേക്കാൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കഥയിനേക്കാൾ ഓരോ ഡൈവേർഷൻസ് ഉണ്ടായി. ഞാൻ ക്ലൈമാക്സ് പോലും ഞാൻ മാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞൊരു ഡൈവേർഷൻ വന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഡൈവേർഷൻ പോലും ഉണ്ടായത് ഓൺ ദി സ്പോട്ട്, ഒരു പ്രിപ്പറേഷനും ഇല്ല. പക്ഷെ അതെല്ലാം സംഭവിച്ചു എന്നുള്ള ഈ സിനിമയ്ക്ക് അതൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ മമ്മൂക്ക ആയിട്ടുള്ളൊരു ബന്ധം 70 തിറങ്ങൻ മുതൽ ഏകദേശം 30 വർഷമായിട്ടുള്ള ബന്ധം നമുക്കായിട്ട് ഇന്നും ആ ബന്ധമുണ്ട്. എപ്പോഴും വീട്ടിൽ കയറിച്ചില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇത് മമ്മൂക്ക ചെയ്യണമെന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ടൈറ്റിൽ ലോഞ്ച് ലാലേട്ടന് ഇതുപോലെ ഓൺ ദി സ്പോട്ടിൽ. ഇപ്പൊ മഞ്ജു വാര്യർ, ഞാൻ വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ പുള്ളിനെ എനിക്ക് കിട്ടിയില്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറയുന്നത് തലേ ദിവസം എന്താണ്
അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ മഞ്ജു വന്നിട്ട് അത് കറക്റ്റായിട്ട് അത് ചെയ്തു. ഇപ്പൊ DQ ചെയ്തു. DQ എന്നോട് പറഞ്ഞു, ഞാൻ ചേട്ടാ വേറെ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് അല്ലാത്ത ഒരു പരിപാടി നമ്മൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലും എല്ലാം അങ്ങനെ സിനിമയ്ക്ക് ഒരു ഭാഗ്യം ദൈവം കൊണ്ട്. അതുപോലെ ഒരു സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ ബൈജു ചേട്ടന് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സുഹൃത്ത് ബന്ധം തന്നെയാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പൊ ഒരു നടനുമാണ്, ഇപ്പൊ നടനൊരു സംവിധായകനും ആവുകയാണ്. അപ്പോൾ ഇപ്പൊ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയും കൺട്രോൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമ, അപ്പൊ എല്ലാ വിഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യേണ്ടത് ഒരു സംവിധായകന്റെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു നടനായിട്ട് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരു സംവിധായകനാവാൻ പോവാണ്. അപ്പോൾ അത് എത്രത്തോളം, ഏതാണ് കുറച്ചും കൂടി കൂടുതൽ കംഫർട്ടബിളും ഏതാണ് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ ഈസി എന്ന് പറയുന്നത് ആക്ടിങ്ങും നോട്ട് ഈസി. അഭിനയം ഒരിക്കലും ഒരു ഈസി എന്ന് പറയാൻ പറ്റത്തില്ല. അത് 100% അതിന് കഴിവ് തന്നെ വേണം. അതിന് ആത്മാർത്ഥമായിട്ട് അതിൽ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. കാര്യം അത്രയും പെട്ടെന്ന് നിസ്സാരമായിട്ടുള്ള ഒരു സീറ്റ് നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് അതിനേക്കാളും ഭയങ്കര ടഫ് തന്നെയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് പിന്നെ അതിലിരുന്നാലുള്ള ഒരു സുഖമുണ്ട്. അത് ഒരു ആക്ടർ ആയാലും സൂപ്പർ സ്റ്റാർ ആയാലും കിട്ടുന്നതിനേക്കാൾ അപ്പുറം ഒരു ഇതാണ്. പക്ഷെ ഡയറക്ടർ എന്നുള്ളത്, ക്യാപ്റ്റൻസിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളത്, അത് അഹങ്കരിക്കാണ്ട് നമ്മൾ ഭയങ്കര കൂളായിട്ട് എളിമയോട് കൊണ്ടുപോയാൽ ഇനിയും നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള തോട്ടുകൾ നമുക്ക് കിട്ടും. ഇത് അങ്ങനെയുള്ള നമ്മൾ പഠിച്ചു വന്നിട്ട് ചെയ്യുന്ന പരിപാടികളല്ല. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് അത് തരുന്ന വേറൊരു ശക്തിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ സിനിമയിൽ 100% ഞാൻ ഹാപ്പിയാണ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഈ സിനിമ 100% എൻ്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെയല്ല, ഇതിലെല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ സിനിമ തീർച്ചയായിട്ടും സ്വീകരിക്കും. പിന്നെ ബൈചേട്ടൻ എന്ന് പറയുന്ന എന്നെ ഇഷ്ടമുള്ള ഒരു ഇതുണ്ട്. ഞാൻ വില്ലൻ ക്യാരക്ടേഴ്സാണ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ചെല്ലുമ്പോഴും ഞങ്ങളുടെ ബൈചേട്ടൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ബൈചേട്ടൻ ഇത്രയും 36 വർഷം 300+ സിനിമയിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ വില്ലൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ ചെയ്യുന്നു, അതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്യുന്നു. നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകർ എന്നെ സപ്പോർട്ട് ഏറ്റെടുക്കും, എന്തായാലും ഏറ്റെടുക്കും, ഉറപ്പാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങള് നേരത്തെ പലൻസിയറായിട്ടും പറഞ്ഞു ആ സെറ്റിലത്തെ ഒരു കംഫർട്ടബിളും കാര്യങ്ങളും. ഒരു സിനിമയുടെ സെറ്റിൽ നമ്മൾ അത്രയും കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് ആ സിനിമയിൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഡിനോയി ആ സമയത്ത് ഞാൻ ഡിനോയോട് പറഞ്ഞപ്പോൾ ഡിനോയി കുഞ്ഞ് സർജറി എന്തോ കഴിഞ്ഞിട്ടാണ് ഡിനോയ്ക്ക്. കാര്യം അത് ആ മലയുടെ മേളിൽ ഞാൻ പറഞ്ഞു ഇത്രയും മേളിൽ കയറുന്ന സ്ട്രെയിനാണ്. അപ്പോൾ അതുപോലും ചില സമയത്ത് ഡിനോ അതെല്ലാം ഇത് ചെയ്തിട്ട് നിന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് ബെഡ് റെസ്റ്റ് വേണ്ട സമയത്ത് തന്നെയായിരുന്നു ഇതിലേക്ക് വന്ന് ഡിനോയ് ജോയിൻ ചെയ്തത്. ഞാൻ സ്പൈൻ സർജറി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് 1 month കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫൈറ്റ് പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫൈറ്റ് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ക്യാരക്ടർ നമ്മൾ അതിൽ ചെയ്തത്. പിന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സെറ്റായിരുന്നു. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യാതൊരു പണിയെടുത്തായിട്ട് ഫീൽ ചെയ്തിട്ടില്ല അവിടെ ചെന്നിട്ട്. കാരണം രാവിലെ ഞങ്ങൾ സെപ്പറേറ്റ്ലി ഷൂട്ട് ചെയ്തായിരുന്നു. കാരണം കുറെ സോങ്സ് ആദ്യമൊക്കെ ഞങ്ങൾക്ക് സോങ് സീക്വൻസുകളായിരുന്നു. അപ്പം ഞങ്ങൾ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബൈചേട്ടനും നായികയും കൂടിയിട്ട് റേച്ചലായിട്ട് ഞങ്ങൾ പോകും. ബാക്കിയുള്ളവർ അപ്പോഴേക്കും ഇത് ഒരു ആ ടെറൈൻ ഭയങ്കര ഹൈറ്റ്, ഗ്രൗണ്ട് ലെവലിൽ നല്ല ഒരു 1000 feet ഒക്കെ ഉണ്ടാവുന്ന ടെറൈനാണത്. പിന്നെ അവിടെ ഭയങ്കര വെയില, ഒരു 6-7 മണി തൊട്ട് നല്ല പൊരിഞ്ഞ വെയില. ഇവിടെ 12 മണിക്കുള്ള വെയില് അവിടെ 6 മണിക്ക് കൊടുക്കും. അവിടേക്ക് ഒരു 5 ദിവസത്തോളം ഫൈറ്റിന് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാവരും ആ വെയിലത്ത്, ടെക്നീഷ്യൻസ് എല്ലാവരും ആ വെയിലത്ത് നിൽക്കുന്നത്. കാരണം അവിടെ ഒരു മരം പോലും ഇല്ല, നേരെ സൂര്യൻ തലയുടെ മേലിൽ. അപ്പൊ അത് ഭയങ്കര എന്തൊക്കെ വന്നാലും ഫിസിക്കലി ചലഞ്ചിങ് ആണ് എല്ലാവർക്കും. പക്ഷെ അത് നമ്മുടെ ജോലിയുടെ പാർട്ടാണ്. നമ്മളത് ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വെയിലത്തുനിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ സഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പക്ഷെ ആരോടും പരാതി പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര വൈബായിരുന്നു. സുധി കോപ്പ ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിയൊക്കെ ഭയങ്കര കോമഡിയാണ് സെറ്റില്. പിന്നെ ബിനു തൃക്കാക്കര കോമഡി, അതായത് ഈ വെയില് നമ്മള് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോ ഇയാളുടെ കോമഡി ആയിരുന്നു നമുക്ക് ആശ്വാസം എന്നൊക്കെ പറയണ പോലെ. ബിനുച്ചേട്ടൻ, പിന്നെ ശ്രീതേട്ടൻ, കുറെ പേര്, അലൻസിയറേട്ടൻ, പിന്നെയും ഇനിയും ഇഷ്ടംപോലെ ആർട്ടിസ്റ്റ് ഉണ്ട്. ബൈച്ചേട്ടനായിട്ട് സൗഹൃദത്തില് മാത്രം വരാൻ ചാൻസസ് ഉള്ള ആർട്ടിസ്റ്റുകൾ കുറെ പേരുണ്ട്. അപ്പൊ അത് ബൈച്ചേട്ടൻ്റെ തന്നെ ക്യാപ്റ്റൻസിയുടെ ഇതായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള സെറ്റായിരുന്നു എനിക്ക്. അല്ലെ, നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ടബിൾ ആണല്ലോ എപ്പോഴും. നമുക്ക് കംഫർട്ടബിൾ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാനൊക്കെ ഒരു ആവേശം എപ്പോഴും വരും എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ
അത്രയും മലമുകളിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത്രയും വണ്ടി സൗകര്യങ്ങൾ ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി അല്ലല്ല വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതെല്ലാം ഉണ്ടായത് പോലും അപ്പോഴേക്ക് തരണം ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. അല്ല അങ്ങനെ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ. ഭയങ്കര അതെ, ഒന്നും പ്രശ്നമുള്ള ചെയ്യാൻ ടെറൈനാണ്. പറ്റില്ല. നമുക്ക് അതെ, അവിടെ നിന്ന് ഒരു അതെ, അതെ. ഹോസ്പിറ്റലിലേക്ക് എത്താൻ അവിടെയൊക്കെ കുറവാണല്ലോ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസും ഒരു കാര്യങ്ങളൊക്കെ. ഹോസ്പിറ്റൽ എന്താ ചെറുതോണിയിലാണെന്ന് തോന്നുന്നു പിന്നെ ഉള്ളത്. ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. ഉം. ഞങ്ങള് രാവിലെ ഒരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 10-15 മിനിറ്റ് കയറണം മലയുടെ മുകളിലേക്ക്. അപ്പൊ മേളിലൊക്കെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്താൻ കുറച്ച് ടഫായിരിക്കും. ടഫായിരിക്കും. അപ്പൊ എന്തെങ്കിലും ബൈക്കിന് പറ്റിയ ഇതുപോലും നമുക്കത് ഭാഗ്യം കൊണ്ടാണ്. അല്ല, ഞാനത് 100% ഇവര് അത് അത്രയും വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അത്. പക്ഷെ അതൊക്കെ എല്ലാം തരണം ചെയ്തു. അതുപോലെ അൻസിയറേട്ടാ, ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്യുന്ന സമയത്തെ ഒരു സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ആദ്യം എന്തൊക്കെയാ കാര്യങ്ങളാണ് ചിന്തിക്കുക? അപ്പൊ ഒരു ഇപ്പൊ സാർ ഒരു സിനിമയായിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഓരോ സംവിധായകർ സിനിമയായിട്ട് വരുന്ന സമയത്തെ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനകത്ത് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. ഒരു ആക്ടർ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ചെയ്തതിനേക്കാളും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ തീരുമാനം. അതായിരിക്കും ഞാൻ ആദ്യം എടുക്കുന്നത്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ കിട്ടുന്ന അവസരം ഒന്നും ഞാൻ കളയാറില്ല. അത് ചെറുതായാലും വലുതായാലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന എന്നെ ഇപ്പോൾ സ്ഥിരം പോലീസ് വേഷമാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കെട്ടി മടുത്തു. ഇനി എന്ത് പോലീസ് വേഷം കെട്ടാനാണ്? എല്ലാ പോലീസ് വേഷം കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന്റെ വേഷത്തിനുള്ളിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ്. ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഒരു തൊപ്പിയും ലാത്തിയും ബെൽറ്റും ഷൂസും അതിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോകും. ലോഹ ഇട്ട് കഴിഞ്ഞാൽ ലോഹയുടെ അകത്ത് പെട്ടുപോകും. ടീച്ചറിന്റെ വേഷം കിട്ടിയാൽ ടീച്ചറിന്റെ വേഷത്തിന്റെ അകത്ത് പെട്ടുപോകും. ഇങ്ങനെ പെടുത്തിക്കളയും. അപ്പോൾ അതും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് വ്യത്യസ്തമായിട്ട് ചെയ്യാം. ഞാനിപ്പോഴും ഇപ്പോൾ ചെയ്യുന്ന പടത്തിലും ഞാൻ പോലീസ് വേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റും എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ആ വേഷം തിരഞ്ഞെടുക്കുന്നത്. ചിലത് അങ്ങനെയല്ല, മറ്റതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും, റിപ്പീറ്റേഷൻ ആയിരിക്കും. അതെനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ രാജീവ് രവിയുടെ പടത്തിൽ എല്ലാ സിനിമയിലും പോലീസ് വേഷമായിരുന്നു. സ്റ്റീവ് ലോപ്പസ് മുതൽ കുറ്റവും ശിക്ഷയും വരെ. ഇപ്പോൾ രാജീവ് എന്നോട് പറഞ്ഞു കുറ്റവും ശിക്ഷയിലും പോലീസാണ്. നമ്മൾ ഇനിയും പോലീസാണ്. അന്നേം റസൂലിലും ഞാൻ പോലീസായിരുന്നു. സ്റ്റീവ് ലോപ്പസിലും DVSP പ്രൊമോഷൻ തന്നു. കുറച്ചുകൂടി ഹയർ പൊസിഷനായി. അത് കഴിഞ്ഞ് ഈ കുറ്റവും ശിക്ഷയിൽ എത്തുമ്പോൾ എന്നോട് പറഞ്ഞു പോലീസ് വേഷം കെട്ടണ്ട, സ്പെഷ്യൽ ബ്രാഞ്ചാ. അപ്പോൾ ഒരു ആശ്വാസമായി. അങ്ങനെ പോലീസ് വേഷം കെട്ടി മടുത്തു. അപ്പോഴാണ് ഇദ്ദേഹം എനിക്ക് ഇങ്ങനെ ഒരു വേഷം അല്ലാത്തൊരു വേഷം തരണം. അപ്പൊ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കഥാപാത്രം. അപ്പം ചെയ്ത പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേഷമാണ് എനിക്ക് ഇദ്ദേഹം തന്നത്. നാരായണിന്റെ ആ മൂവിയിലും കുറച്ച് ഡിഫറെന്റ് ഒരു വേഷം തന്നെയായിരുന്നു. അങ്ങനെ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അല്ലാതെ കളയാനും പറ്റൂല. കളഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അല്ല, ഈ ക്യാരക്ടർ എഴുതി വന്നപ്പോൾ ഈ ലൂയിസ് എങ്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിനൊരു പകരക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഉണ്ടായില്ല. റൈറ്ററിൻ്റെ മനസ്സിൽ ഉണ്ടായില്ല. അത് അലൻസിയറേട്ടൻ തന്നെ ആണ് അതിന് 100% ആപ്റ്റ്. അലൻസിയറേട്ടൻ ഇല്ല എങ്കിൽ പിന്നെ എന്നുള്ളൊരു ചിന്തയിലോട്ടും പോയിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരു അലൻസിയറേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടൻ ആദ്യം വന്നപ്പോൾ ഒന്നാദ്യം തണുപ്പാണ്. ഈ ടെറൈനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഷൂട്ട് ചെയ്യണൊക്കെ എങ്ങനെയാണെന്നൊന്നും ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അവിടെ വരുമ്പോഴാണ് ചേട്ടൻ. അപ്പം ഞാൻ അവിടെ നിന്ന് 2 പേരുള്ളൂ, 3 പേരെ ഭയങ്കര നല്ല ഇടുക്കിയിൽ ചേട്ടനെ വേണമെങ്കിൽ എടുത്ത് പൊക്കി വേണമെങ്കിൽ അവർ കയറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു 3 പേരെ തന്നെ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ചേട്ടൻ പറഞ്ഞ പോലെ ഒന്നാമത് നല്ല കാറ്റാണ്. ചെറുത് ഒരു കുഞ്ഞ് എങ്ങോട്ട് ഒരു അനക്കം വന്ന ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുത്തനെ ഉള്ളതിലൊക്കെ അലൻ ചേട്ടനൊക്കെ ഇങ്ങനെ. അത് ഞാൻ ചില സമയത്ത് ഒരു സീനിലൊരു തോക്ക് ഉണ്ട്. ആ തോക്ക് പിടിച്ച് ചേട്ടൻ എന്നിട്ടും അത്രയും മേളിലാണ്, ചേട്ടനത് നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും ചേട്ടൻ ആ പിടിച്ചിട്ട് ആ ഷിവറിങ് എനിക്ക് ഫീൽ ചെയ്താ ഞാൻ ഷോട്ടിൽ. ചേട്ടനെ ഞാൻ പറഞ്ഞു, ചേട്ടാ ആ തോക്ക് എടുത്ത് പിടിച്ചിട്ട്, കാരണം അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല അവിടെ, കാര്യം എൻ്റെ മേളിലാണ്. അപ്പോൾ ആ ക്യാരക്ടർ ലൂയിസ് എങ്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്. ഈ സിനിമ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. ഇത് നമ്മളതിൻ്റെ സ്ക്രിപ്റ്റ് ഫുൾ ലോക്കായി, പരിപാടി കഴിഞ്ഞു. ആ സെക്കൻഡ് പാർട്ടിലോട്ട് പോകുന്നത് വേറെ ടെറൈനാണ്. അപ്പോൾ ചേട്ടൻ അത് ഭയങ്കര രസമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഭയങ്കര ആക്ടിങ് അല്ല, ബിഹേവിങ്
പക്കാ ഇടുക്കിക്കാരൻ, ഒരു ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ അതിന്റെ ഒരു രസം പോകും. അല്ല, ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയല്ലോ, ഓരോ താരങ്ങളുടെ ഒരു ഡിറ്റർമിനേഷനിൽ തന്നെയാണ് ആ സിനിമ പൂർത്തിയാവുന്നത്. അതെ, അതെ. അപ്പൊ അത് എന്തായാലും ഉണ്ടാവണം, എന്നാലേ ഒരു സിനിമയ്ക്ക് അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബൈജു ചേട്ടൻ ഇതിൽ ആ മുഖ്യ കഥാപാത്രവും ചെയ്യുന്നുണ്ട്, സംവിധാനവും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു രണ്ടും ഒരേ സമയം? അല്ല അത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫ്രെയിമിങ് പോലും ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ കൊണ്ട് എൻ്റെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഞാൻ അവരെ കൊണ്ട് പെർഫോം ചെയ്തത് ലാസ്റ്റ് ഷോട്ടിൽ മാത്രമേ ഞാൻ അതിലേക്ക് വന്നിട്ട് ഞാൻ പെർഫോം ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ടോട്ടൽ പരിപാടി എന്താണ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ, ഒരു ആക്ടർ ഡയറക്ഷനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഗുണങ്ങൾ എങ്ങനെയാണ്, നമ്മൾ മോണിറ്ററിൽ ഇരുന്നിട്ട് നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മൾ എന്താണ് പെർഫോം ചെയ്യണം വേറൊരാളിലൂടെ കാണാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കാണാം, കുറച്ചുകൂടി ഈസിയാണ്. ഒരു ആക്ടറെ സംബന്ധിച്ച് ഡയറക്ടറും കൂടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അത് ഭയങ്കര റിസ്ക് അല്ലേ, എങ്ങനെയാണ്. നമ്മളതെല്ലാം പ്ലാൻ ചെയ്ത് മോണിറ്ററിലൂടെ കണ്ട് എങ്ങനെയാണ് എല്ലാ പൊസിഷൻ എന്താണ് തിരിയുന്നതെല്ലാം ഞാൻ കണ്ടു അവിടെ. എൻ്റെ മോണിറ്ററിലൂടെ ഞാൻ കണ്ടിട്ടാണ് ഞാൻ പോയി നിന്നിട്ട് ഓക്കെ ഞാൻ പെർഫോം ചെയ്തിരുന്നത്. പക്ഷെ ഞാൻ ആ ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇവരോടൊപ്പം ഇങ്ങനെ. പക്ഷെ എനിക്ക് അതിനകത്ത് മിസ്സായ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ ഷോട്ട് കഴിഞ്ഞാൽ പോയി ആർട്ടിസ്റ്റിനോടൊപ്പം തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു പതിവാണല്ലോ. വേറെ ആൾക്ക് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ മോണിറ്ററിനടുത്ത് പോയി ഇരിക്കേണ്ട ആവശ്യം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഒരു സിനിമയിൽ പോലും ഞാൻ ക്യാമറയുടെ ബാക്കിൽ, അതായത് ഡയറക്ടറിൻ്റെ ഒരു മോണിറ്ററിൻ്റെ വ്യൂവിൽ പോയി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാര്യം അത് ആസ് എ ഡയറക്ടർക്ക് തന്നെയുള്ള ജസ്റ്റ് ഷോട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പോയിട്ട് കാണും എന്നല്ലാണ്ട് അവരോടൊപ്പം പോയി ഇരിക്കാനോ അങ്ങനെ ഒന്നും ഞാൻ ഉണ്ടായില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ ഒരു 36-37 വർഷം മുമ്പ് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റിനൊപ്പം പോയി ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരിക്കില്ലായിരുന്നു. കാര്യം ഞാൻ അത്രയും അങ്ങനെ ചാൻസ് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം ഞാൻ ആ റെസ്പെക്ട് ചെയ്യുന്ന എപ്പോഴും ആ ഒരു സീറ്റിനെയും ആർട്ടിസ്റ്റുകളെയും എല്ലാം വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യം. ഒരുപാട് ലെജൻസുകളെടുത്ത് കുറിച്ച് സാറ്, എം ജി സോമൻ ചേട്ടൻ, സുകുമാരൻ ചേട്ടൻ തുടങ്ങുന്ന ഒരുപാട് പേരോടൊപ്പം അഭിനയിക്കാൻ പറ്റിയെങ്കിലും അവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന റെസ്പെക്ട്, ആ ഒരു പ്രാർത്ഥന തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ ഒരു വർഷം പോലും സിനിമയില്ലാതെ ഇപ്പോൾ ഈ ഡയറക്ഷൻ എന്നുള്ള ഇതിൽ ഇരിക്കാനും അത് നിങ്ങളോട് ഇത് ചെയ്യാനുള്ള അവരൊരു പ്രാർത്ഥനയും അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ആക്ടർ ഡയറക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് തന്നെയാണ് നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരു തീർച്ചയായിട്ടും. ഞാൻ ഈ മിസ്സായി എന്ന് പറഞ്ഞാൽ ഇവരോടൊപ്പം എനിക്ക് അങ്ങനെ സൗഹൃദങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അടുത്ത ഷോട്ട് എന്താ എടുക്കാൻ പോകുന്നത്, പിന്നെ അത് പ്രൊഡക്ഷൻ്റെ പരിപാടിയും കൂടെ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് അതിൻ്റെ ടെൻഷൻ ഉണ്ടാവും, അതിൻ്റെ പരിപാടികളുണ്ടാവും, എല്ലാവരും ഇത് ചെയ്യണം, ഇവർക്ക് ഫീൽ ആവുമോ. പിന്നെ എന്നിലേക്ക് വാവച്ചൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ കയറിയ പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വാവച്ചൻ എന്നാണ്. ചില സീക്വൻസിലൊക്കെ ക്ലൈമാക്സിലൊക്കെ വാവച്ചൻ്റെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോലും ഞാൻ വേറൊരാളാണ്. ശരിക്കും പറഞ്ഞാൽ വാവച്ചൻ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ എന്നിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് എനിക്ക് വേറെ പടമൊക്കെ പോയി ചെയ്യാനാകുമ്പോഴും ഞാൻ ആ ക്യാരക്ടർ എൻ്റെ നിന്ന് പോയിട്ടില്ല. ഇപ്പോഴും വാവച്ചൻ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു കൂടോത്രം എന്ന് പറഞ്ഞൊരു സിനിമ, ഇപ്പൊ എല്ലാ പ്രേക്ഷകരും നമ്മൾ ഒരു സിനിമ കാണാൻ വരുമ്പോൾ ശരിക്കും ഈ ഒരു സിനിമ ഈ എന്ത് തരം പ്രതീക്ഷയോടുകൂടി ഈ സിനിമ കാണാം? ഇമോഷണൽ ബോണ്ടിങ്, അതാ ഞാൻ അത്രയും പറയും. ഈ സിനിമ കാണുന്നവർക്ക് ഇത് എന്നിൽ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അതിൽ ഞാനാണോ വാവച്ചൻ, അല്ലെങ്കിൽ ഞാൻ ചേട്ടന്മാർ കാണുമ്പോൾ ഞാനാണോ ലൂയിസ് അങ്കിൾ, അല്ലെങ്കിൽ അഞ്ജന എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനാണോ. അഞ്ജനയുടെ ക്യാരക്ടർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാര്യം ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. കാര്യം ഒരു കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് പശുവിനെയൊക്കെ ഇത് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്ത് ഹാർഡ് വർക്കാണ് അത് ആ ക്യാരക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആവുന്ന നമ്മളൊരു സിനിമ കാണുമ്പോൾ തോന്നുക, ഇന്നത്തെ സിനിമ കാണുമ്പോൾ നമ്മളെല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കും, കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ മൊബൈലിലാണ് ഇല്ലേ. ഒരു 10 മിനിറ്റ് പോലും നമ്മുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അത്രയും ആൾക്കാർ തിരക്കാണ്. ഇതിനകത്ത് അങ്ങനെ കുറേ ഇമോഷണൽ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഫീൽ ആവും തീർച്ചയായിട്ടും. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇമോഷണലി കണക്റ്റഡ് ആവട്ടെ ഈ സിനിമ. അപ്പോൾ നല്ലൊരു സിനിമയായി തീരട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും.
Think mobile, think Oxygen. Oxygen, the smartphone expert.